KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് മുസ്ലിം ലീഗ് ഗുണ്ടാവിളയാട്ടം. സുന്നി പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചു. ഇന്ന് വൈകിട്ട് കലാശക്കൊട്ടിനിടെയാണ് സംഭവം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വ്യാജവാർത്ത സംപ്രേഷണം ചെയ്ത ACN ചാനൽ ഖേദപ്രകടനം നടത്തി. പരസ്യപ്രചരണം സമാപിച്ചു. ആവേശത്തിമർപ്പിൽ കലാശക്കൊട്ട്. പെരുമ്പാവൂർ ജിഷാവധം. കൊലയാളിയുടെ DNA തിരിച്ചറിഞ്ഞു. BJP ഒരു കാരണവശാലും അക്കൌണ്ട് തുറക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വടകരയിൽ RMP സ്ഥാനാർത്ഥി KK രമയ്ക്ക് മർദ്ദനം. CPM പ്രവർത്തകരാണെന്ന ആരോപണം. വിശുദ്ധ മക്ക ഹറമിലെ താൽക്കാലിക മത്വാഫ് പൊളിച്ചുമാറ്റി. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് മുസ്ലിം ലീഗ് ഗുണ്ടാവിളയാട്ടം. സുന്നി പ്രവർത്തകനെ മുസ്ലിം ലീഗ് ഗുണ്ടകൾ മർദ്ദിച്ചു. മണ്ണാർക്കാട് തിരുവഴാംകുന്ന് സെന്ററിലാണ് സംഭവം. കലാശക്കൊട്ടിനെത്തിയ ഒരു പറ്റം ലീഗ് ഗുണ്ടകൾ കൂട്ടം ചേർന്ന് മാരകായുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. മാടാമ്പാറ യൂസുഫിനെയാണ് മർദ്ദിച്ചവശനാക്കിയത്. തലക്കും കാലിനും പരിക്കേറ്റ യൂസുഫിനെ വട്ടമല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പൊള്ളക്കുന്നൻ ഷാനവാസ്, പൊള്ളക്കുന്നൻ ഫിറോസ്, ചേരേത്തൊടി അബു എന്നിവരുടെ നേതൃത്വത്തിലാണ് അക്രമം നടന്നത്. സ്ഥലത്ത് അക്രമികൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മണ്ണാർക്കാട് CIM സംഘവും സ്ഥലത്തെത്തിയെങ്കിലും ലീഗ് ഗുണ്ടകൾ വാഹനങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. പോലീസിന്റെ നിസ്സഹായാവസ്ഥയാണ് ലീഗ് ഗുണ്ടാവിളയാട്ടത്തിന് കാരണം. മലപ്പുറം, കാസർകോട് ജില്ലകളിൽ നിന്നായി നിരവധി ലീഗ് ഗുണ്ടകൾ മണ്ണാർക്കാട്ട് എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ അടിസ്ഥാനരഹിതമായ വാർത്ത സംപ്രേഷണം ചെയ്ത ACN ചാനൽ ഖേദപ്രകടനം നടത്തി. ലീഗ് സമ്മർദ്ദത്തെ തുടർന്നാണ് ACN ചാനൽ വ്യാജവാർത്ത സംപ്രേഷണം ചെയ്തത്. ചാനലിന്റെ ഖേദപ്രകടനം കേൾക്കാം. വിശദമായ വാർത്തകളിലേക്ക്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മണ്ണാർക്കാട് സന്ദർശനത്തിന് സംബന്ധിച്ച് നൽകിയ വാർത്ത ഉസ്താദിനെ അപകീർത്തിപ്പെടുത്തിയതിൽ ACN ന്യൂസ് ഖേദം പ്രകടിപ്പിക്കുന്നു. തീരുമാനം മാർക്കസ് അധികൃതരുടെ സ്ഥിരീകരണത്തെ തുടർന്ന്. സുന്നി നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മണ്ണാർക്കാട് സന്ദർശനം നടത്തിയെന്ന വാർത്ത വിവാദമായതിൽ ACN ന്യൂസ് ഖേദം പ്രകടിപ്പിച്ചു. ഇത് ഉസ്താദിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രചരണം നടന്നതാണ് തീരുമാനത്തിന് കാരണമായത്. ഇത് സംബന്ധിച്ച് മർക്കസ് അധികൃതരുടെ സ്ഥിരീകരണവും മുഖവിലേക്കെടുത്താണ് ഖേദം പ്രകടിപ്പിക്കാൻ ACN ന്യൂസിന്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനമായത്. മെയ് 8 ഞായറാഴ്ച ഉസ്താദ് മണ്ണാർക്കാട് സന്ദർശനം നടത്തിയെന്നാണ് വാർത്ത നൽകിയത്. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് കാന്തപുരം രഹസ്യ സന്ദർശനം നടത്തിയിട്ടില്ലെന്ന മർക്കസ് സ്ഥിരീകരണം വ്യക്തമായതാണ് തീരുമാനത്തിന് കാരണം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉന്നത പദവികളെ അലങ്കരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും അദ്ദേഹം നേതൃത്വം നൽകുന്ന ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തിനും അഭിമാനക്ഷതമേകുന്ന സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച് അഗാധമായ ഖേദം പ്രകടിപ്പിക്കാൻ വാർത്താവിഭാഗം തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് ACN ന്യൂസ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വരുന്ന വ്യാജവാർത്തകൾക്കെതിരെ മർക്കസ് മീഡിയ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചുവരുന്നത്. ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരന്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്ന ചേളാരി ലീഗ് ലോബി ഇതോടെ ഭീതിയിലായിരിക്കുകയാണ്. പ്രവർത്തകരുടെ ആവേശം അലയടിച്ച കലാശക്കൊട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചാരണത്തിന് ശേഷം തിങ്കളാഴ്ച കേരളം വിധിയെഴുതും. പരസ്യപ്രചാരണത്തിന്റെ സമയം 6 മണിവരെ നീട്ടിയതിനാൽ കലാശക്കൊട്ട് ആവേശത്തിന്റെ പാരമ്യത്തിലെത്തി. കലാശക്കൊട്ടിനിടെ പലയിടത്തും സംഘർഷങ്ങളുണ്ടായി. അങ്കമാലി, ചെർപ്പളശ്ശേരി, കുറ്റിച്ചിറ തുടങ്ങിയവിടങ്ങളിലാണ് സംഘർഷമുണ്ടായത്. അങ്കമാലിയിൽ LDF UDF പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. കല്ലേറിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. KSRTC ബസ്സുകൾക്ക് നേരെയും അക്രമമുണ്ടായി. അടിമാലിയിൽ അണ്ണാ DMK പ്രവർത്തകരും LDF UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. അണ്ണാ DMK പ്രവർത്തകൻ ഇവർക്കെതിരെ കൊടി വലിച്ചെറിഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ കൊടുവള്ളി, താമരശ്ശേരി, ഓമശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ കലാശക്കൊട്ടിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. അക്രമസാധ്യത കണക്കിലെടുത്താണ് വിലക്കേർപ്പെടുത്തിയത്. BJP ഒരു കാരണവശാലും അക്കൌണ്ട് തുറക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിന്റെ മനസ്സ് BJPയുടെ വിഭാഗീയ ചിന്താഗതിയോട് യോജിക്കുന്നില്ല. ഇടതുപക്ഷവുമായി ചേർന്ന് മത്സരിച്ചപ്പോഴും ജയിക്കാനായിട്ടില്ലെന്നും പ്രധാനമന്ത്രിയുടെ സൊമാലിയ പരാമർശത്തിന് ജനം മറുപടി നൽകുമെന്നും മുഖ്യമന്ത്രി വിശദമാക്കി. തിരഞ്ഞെടുപ്പ് ഫലം CPMന്റെ അക്രമത്തിനെതിരായ വിധിയെഴുത്താകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
കെ രമയ്ക്കെതിരെ നടന്നത് ക്രൂരമായ കടന്നാക്രമണമാണ്, അപലപനീയമാണെന്നും സ്ഥാനാർത്ഥികൾക്ക് നൽകേണ്ട പരിഗണന പോലും CPM നൽകുന്നില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിലെ മത്സരം UDFും LDFും തമ്മിലാണ്. UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് 24 വയസ്സുകാരനായ അവരുടെ ഒരു പ്രവർത്തകൻ യുവാവ് കൊല്ലപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ഇന്ന് ശ്രീ TP ചന്ദ്രശേഖരന്റെ വിധവയെ KK രമയെ വടകരയിൽ ആക്രമിച്ചു. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. രമ സ്ഥാനാർത്ഥിയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിക്കുള്ള ഒരു പരിഗണനയോ സംരക്ഷണമോ പോലും അനുവദിക്കാത്ത വിധത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള കടന്നാക്രമണമാണ് ഇന്ന് നടന്നത്. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് അക്രമത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തുകൂടിയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിൽ നിർണായക തെളിവായി DNA ഫലം. കൊലയാളിയുടെ DNA തിരിച്ചറിഞ്ഞു. വസ്ത്രത്തിൽ ഉമിനീർ സാന്നിധ്യം കണ്ടെത്തിയത് വഴിത്തിരിവായി. ജിഷ ധരിച്ചിരുന്ന ചുരിദാറിൽ നിന്ന് ലഭിച്ച ഉമിനീരാണ് പരിശോധിച്ചത്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരാരും പ്രതികളല്ലെന്ന് സ്ഥിരീകരിച്ചു. ഒടുവിൽ സംശയിച്ച ഇതര സംസ്ഥാന തൊഴിലാളിക്കും പങ്കില്ല. അതേസമയം പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ ശരീരത്തിൽ കണ്ടെത്തിയ കടിയേറ്റ പാടുകൾക്ക് യോജിച്ച ദന്തഘടനയുള്ളയാളെ കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇയാളെ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതിനുമുമ്പ് തിടുക്കത്തിൽ പ്രതിയെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് നേതൃത്വത്തിന്റെ നിലപാട്. മാരകമായ ഒട്ടേറെ മുറിവുകൾ ജിഷയുടെ ശരീരത്തിലുണ്ടായിരുന്നു. കത്തി അടക്കം മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടുണ്ടായവ. എന്നാൽ ഈ ആയുധങ്ങളിൽ ഒരെണ്ണവും പോലും കണ്ടെത്താനായില്ല. ഇതോടെയാണ് കടിയേറ്റ പാടുകൾ മുൻനിർത്തി അന്വേഷിച്ചത്. പല്ലുകൾക്കിടയിൽ അസാധാരണ വിടവുള്ളയാളാണ് കടിച്ചതെന്ന് മൃതദേഹത്തിന്റെ ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. തുടർന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള ഫോറൻസിക് ഓഡന്റോളജിസ്റ്റിന്റെ സഹായം തേടി. ഈ ദന്തഘടന വികസിപ്പിച്ച് പല്ലുകളുടെ മാതൃക അന്വേഷണ സംഘം ഉണ്ടാക്കി. ഇതുവെച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ ഇതര സംസ്ഥാനക്കാരനിൽ എത്തിനിൽക്കുന്നത്. എന്നാൽ കുറ്റം ഇയാൾ നിഷേധിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനകളാണ് ഇനിയുള്ള വഴി. വിശുദ്ധ മക്ക ഹറമിലെ താത്കാലിക മത്താഫ് പൊളിച്ചുമാറ്റി. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. കഅബയ്ക്കു ചുറ്റും നിലനിന്നിരുന്ന താൽക്കാലിക പ്രദക്ഷിണ സംവിധാനം പൊളിച്ചുമാറ്റി. ഇതോടെ താഴത്തെ നിലയിൽ മാത്രം 30,000 പേർക്ക് കഅബയെ പ്രദക്ഷിണം ചെയ്യാൻ കഴിയും. മത്വാഫ് പൊളിച്ചുമാറ്റിയ ശേഷം ഇന്നലെ നടന്ന ആദ്യ ജുമുഅയിൽ തീർത്ഥാടകർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി. റമദാനിലെത്തുന്ന തീർത്ഥാടകർക്ക് പൊളിച്ചുമാറ്റിയ ഭാഗം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഹറമിൽ തിരക്കേറുന്നതിന് മുമ്പ് ഈ ജോലികൾ തീർക്കാനാണ് ലക്ഷ്യമിടുന്നത്. വികസനം പൂർണ്ണമാകുന്നതോടെ മണിക്കൂറിൽ 1,07,000 പേർക്ക് കഅബ പ്രദക്ഷിണം ചെയ്യാനാകും. നേരത്തെ 48,000 പേർക്കാണ് സൗകര്യമുണ്ടായിരുന്നത്. 3 വർഷം മുമ്പാണ് കഅബയ്ക്കു ചുറ്റും 13 മീറ്റർ ഉയരത്തിലും 12 മീറ്റർ വീതിയിലും താൽക്കാലിക പ്രദക്ഷിണ സംവിധാനം നിർമ്മിച്ചത്. സൗദി ബില്ലാദൻ കമ്പനിക്ക് കീഴിലെ എഞ്ചിനീയർമാരും തൊഴിലാളികളും 35 ദിവസം കൊണ്ടാണ് മത്വാഫ് പൂർണ്ണമായി പൊളിച്ചു നീക്കിയത്. സുരക്ഷിതമായാണ് ഇത് നീക്കം ചെയ്തതെന്ന് സാങ്കേതിക സമിതി അംഗവും പദ്ധതി സൂപ്പർവൈസറുമായ ഡോക്ടർ വായിൽ സ്വാലിഹ് അൽ ഹലബി പറഞ്ഞു. ഖാദിമുൽ ഹറമൈൻ വികസന പദ്ധതിക്ക് കീഴിലെ പുതിയ 4 പാലങ്ങൾ അടുത്ത റമദാനിൽ ഉപയോഗപ്പെടുത്താനാകുമെന്നും അദ്ദേഹം അറിയിച്ചു. വികസനത്തിന്റെ ഭാഗമായി സ്ഥലത്തുനിന്ന് നേരത്തെ പൊളിച്ചു നീക്കിയ ഉസ്മാനിയ കെട്ടിട ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കാനുണ്ട്. ഈ ജോലികൾ വൈകാതെ പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. വടകര നിയോജക മണ്ഡലം RMP സ്ഥാനാർത്ഥി KK രമയ്ക്ക് മർദ്ദനമേറ്റതായി പരാതി. തച്ചോളി മാണിക്കൂത്ത് ക്ഷേത്രത്തിന് സമീപം വീട് കയറി പ്രചരണം നടത്തുന്നതിനിടെയാണ് അക്രമമുണ്ടായത്. ഒരു സംഘം ആളുകൾ തടയുകയും രമയുടെ കൈപിടിച്ച് തിരിച്ചതായും പ്രവർത്തകർ പറഞ്ഞു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പ്രവർത്തകർ പറഞ്ഞു. രമയെ വടകര സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വോട്ട് ചോദിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് 20 അംഗ സംഘം രമയെ ആക്രമിച്ചത്. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് RMP ആരോപിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് മുസ്ലിം ലീഗ് ഗുണ്ടാവിളയാട്ടം. സുന്നി പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചു. ഇന്ന് വൈകിട്ട് കലാശക്കൊട്ടിനിടെയാണ് സംഭവം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വ്യാജവാർത്ത സംപ്രേഷണം ചെയ്ത ACN ചാനൽ ഖേദപ്രകടനം നടത്തി. പരസ്യപ്രചരണം സമാപിച്ചു. ആവേശത്തിമർപ്പിൽ കലാശക്കൊട്ട്. പെരുമ്പാവൂർ ജിഷാവധം. കൊലയാളിയുടെ DNA തിരിച്ചറിഞ്ഞു.
BJP ഒരു കാരണവശാലും അക്കൌണ്ട് തുറക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വടകരയിൽ RMP സ്ഥാനാർത്ഥി KK രമയ്ക്ക് മർദ്ദനം, CPM പ്രവർത്തകരാണെന്ന ആരോപണം. വിശുദ്ധ മക്ക ഹറമിലെ താൽക്കാലിക മത്വാഫ് പൊളിച്ചുമാറ്റി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.